ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നൈറ്റിയുടെ സിബ് കേട്ടോ. നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ സിബിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒന്ന് ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ ഇപ്പോഴുള്ള സിബിൻ്റെ ലെങ്ത്തിനേക്കാൾ 5 ഇഞ്ച് കൂടി നമ്മൾ ലെങ്ത്ത് കൂട്ടിയെടുക്കുകയാണ് കണ്ടോ. ഇവിടെ നമുക്ക് ചെറിയൊരു സിബാണുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിബിനെ ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു സിബിൻ്റെ മുകളിൽ നമുക്കിവിടെ ഒരു പീസ് കേട്ടോ, കവർ ചെയ്യുന്ന സിബിനെ കവർ ചെയ്തെടുക്കുന്ന ഒരു പീസ്. ഈ ഒരു പീസ് നമുക്കിവിടെ ലെങ്ത്ത് കൂട്ടുമ്പോൾ അതിലുകൂടി ആവശ്യമുണ്ട്. നമ്മൾ ആ ഒരു പീസ് അയച്ചെടുക്കുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്ത് കണ്ടോ, സ്ലീവിൻ്റെ താവിൽ വെച്ചിട്ടുള്ള ആ ഒരു പീസാണ് അയച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്, സ്ലീവിൽ നിന്ന് അയച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സിബ് കണ്ടോ, നമ്മൾ ആ ഒരു ചെറിയൊരു സിബ് നമ്മൾ അവിടെ നിന്ന് അയച്ചെടുക്കുകയാണ്. ഈ ഒരു സിബ് ഈ ഒരു ഭാഗത്ത് നിന്നും കണ്ടോ, 2 ഭാഗത്ത് നിന്നും നമുക്ക് ആ ഒരു സിബ് അയച്ചെടുക്കാം. നമുക്ക് റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സിബ് അയച്ചെടുക്കാൻ കഴിയും. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ഈ ഒരു സിബിനെ കവർ ചെയ്തടിക്കുന്ന ഈ ഒരു പ്ലാക്കറ്റിലെ നമ്മുടെ ഈ ഒരു കവർ ചെയ്തടിക്കുന്ന ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ അയച്ചെടുക്കുന്നു കണ്ടോ. നമ്മളിത് 2 പീസും നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിബും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള നമ്മുടെ ആ ഒരു കവർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് നമ്മൾ അയച്ചെടുത്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്തത് നമ്മുടെ ഇതിൻ്റെ ഇവിടെ താഴോട്ടേക്ക് ഒരു 5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നു. നമ്മൾ 5 ഇഞ്ച് കൂടിയാണ് നമ്മുടെ ലെങ്ത്ത് കൂട്ടിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെയുള്ള ലൂസിൻ്റെ നേർപകുതി 22.5, നേർപകുതി 11.25 നമ്മളതിൻ്റെ സെൻറ്ററും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്ത് കൂടെ ഇതുവരെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു കണ്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇതുപോലെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസിനെ ഉൾവശത്തേക്ക് മടക്കി കൊടുക്കുക കണ്ടോ. ഇതുപോലെ ഇവിടെ നിന്ന് ആ ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്തിട്ടുള്ള പീസിനെ ഇതുപോലെ ഉൾവശത്തേക്ക് മടക്കി കൊടുക്കുന്നു. മുകളിൽ നമുക്ക് ആദ്യം തന്നെ മടക്കിയിട്ടുള്ള ആ ഒരു കണ്ടോ ആ ഒരു ഭാഗം ഉണ്ടാകും, നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഈ ഒരു സിബിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് എവിടെ നിന്നാണോ നമ്മുടെ സിബ് ആദ്യം ഉണ്ടായിരുന്നത് അവിടെ തൊട്ട് നമ്മൾ താഴോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ. ആ ഒരു മടക്കിയിട്ടുള്ള ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടുള്ള ആ ഒരു ഭാഗം കണ്ടോ, നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓപ്പണിൻ്റെ ആ ഒരു ഭാഗം വരെ ഇതുപോലെ തയ്ച്ചു കൊടുക്കുന്നു. ഇനി അതിൻ്റെ രണ്ടാമത്തെ സൈഡ് കണ്ടോ, നമ്മുടെ സിബിൻ്റെ ആദ്യ സൈഡ് നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം വരെ തയ്ച്ചു കൊടുത്തു. ഇനി അതുപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഈ ഒരു സൈഡും നമുക്ക് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സിബിനെ താഴോട്ടേക്ക് താഴ്ത്തി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തും നമ്മൾ അതുപോലെ തന്നെ ഒരു കട്ടിങ് കൊടുക്കുക കണ്ടോ. ഇതുപോലെ കട്ടിങ് കൊടുത്ത് ഇവിടെയും നമ്മൾ ആ ഒരു സിബിനെ തയ്ച്ചെടുക്കുന്നു. ഇവിടെ തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ബാക്ക് പീസ് കറക്റ്റ് നമുക്ക് താഴ്ത്തി വെച്ച് കൊടുക്കണം കണ്ടോ. ഇനി നമ്മൾ ആദ്യ ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ ഈ ഒരു പീസിനെ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ മടക്കി കണ്ടോ മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ മുകളിലേക്ക് ഈ ഒരു ഭാഗം വരെ ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു സിബ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിനെ കവർ ചെയ്തിട്ടുള്ള പീസാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് സ്ലീവിൽ നിന്ന് അയച്ചെടുത്തിട്ടുള്ള പീസാണിത് കണ്ടോ. നമുക്ക് നീളത്തിലുള്ള പീസാണ് കിട്ടിയിരിക്കുന്നത്, ഒറ്റ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് കണ്ടോ നമുക്ക് കരവശമാണ്, ഒരു സൈഡ് കരവശമാണ്. അതുപോലെ തന്നെ നമ്മൾ 2 സ്ലീവും നമ്മൾ 2 സ്ലീവിൽ നിന്നും അയച്ചെടുത്തിട്ടുള്ള ഈ ഒരു പീസിലെ കരവശങ്ങളും ഇതുപോലെ വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ജോയിൻ്റ് കൊടുക്കുക കണ്ടോ. ഇതുപോലെ ഇങ്ങനെ ജോയിൻ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഇതിനെ ഇതുപോലെ വെച്ച് കണ്ടോ ഇതുപോലെ മറിച്ചിടുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് നമുക്ക് 2 കരവശങ്ങളാണ്. അപ്പോൾ 2 കരവശങ്ങളും തമ്മിൽ ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുന്നു കണ്ടോ. കരവശമാകുമ്പോൾ നമുക്കത് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി. സൈഡിൽ കൂടി ഇതുപോലെ ആ 2 പീസുകളും തമ്മിൽ ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു 1.25-1.5 ഇഞ്ചൊക്കെ വെച്ച് നമുക്ക് ബാക്കി പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നു.
ഇനി നമ്മൾ ഇവിടെ ഈ ഒരു പീസിനെ കവർ ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടോ ആ ഒരു ജോയിൻ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് നമുക്ക് എവിടെ നിന്നാണോ നമ്മുടെ ആ ഒരു കവറിങ് പീസ് തയ്ക്കേണ്ടത് അവിടെ കറക്റ്റ് ഈ ഒരു പീസ് വെച്ച് കൊടുത്ത് കണ്ടോ ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റിച്ചിങ് തുടങ്ങുന്നു. ഈ ഒരു പീസിനെ ഈ ഒരു വെച്ച പീസിനെ കവർ ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് അവിടെ ഡിസൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടാവും. ആ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. കണ്ടോ ഈ ഒരു പീസ് കണ്ടോ നമുക്ക് സിബ് അയച്ചെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കവർ ചെയ്തടിച്ച പീസാണത്. അതിനെ ഇതുപോലെ വെച്ച് അതിൻ്റെ മുകളിലേക്ക് ആ ഒരു പീസിൻ്റെ സൈഡ് ഭാഗം വെച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. എന്നാൽ കണ്ടോ ഇവിടെ വരെ മാത്രമേ നമുക്ക് ആ ഒരു പീസ് ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം നമുക്കൊരു ഇവിടെ നിന്ന് ഉൾവശത്തേക്ക് ഒരു 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക. കണ്ടോ ഒരു 1/4 ഇഞ്ച് ഒരു സൈഡിൽ കണ്ടോ ഒരു 1/4 ഇഞ്ച് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെ പിടിച്ച് നമ്മളിതിനെ ഇതുപോലെ മടക്കി കൊടുക്കുക. കണ്ടോ ഇതുപോലെ ക്രോസ് ചെയ്യുന്നു. അതിനെ വീണ്ടും അപ്പോൾ നമുക്കവിടെ ഒരു വി ഷേപ്പിൽ നമുക്ക് കിട്ടും. നമ്മുടെ നൈറ്റിയുടെ സിബിൻ്റെ ആ താവ് വശത്തൊക്കെ കാണുന്ന രീതിയിൽ നമുക്ക് വി ഷേപ്പിൽ തുണിയെ മടക്കിയെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു വി ഷേപ്പ് നമ്മുടെ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സെൻറ്റർ ഭാഗം ലൂസിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിൻ്റെ പോയിന്റിൽ തന്നെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊണ്ട് ഉണ്ടോ ഇവിടെയൊക്കെ കറക്റ്റ് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കേട്ടോ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഈ ഒരു സിബിൻ്റെ ലെങ്ത്ത് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കൂട്ടി കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ കണ്ടോ നല്ല വൃത്തിയോടുകൂടി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.